സർവേ ഫലങ്ങളായി ആക്സിസ് മൈ ഇന്ത്യ വരുമ്പോൾ 78 മുതൽ 90 വരെ സീറ്റുകൾ UDF ആക്സിസ് സർവേ പ്രവചിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. ആക്സിസ് പറയുന്നത് 49 മുതൽ 62 വരെ സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ LDF ലഭിക്കുക എന്നുള്ളതാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലത്തിൽ അത്തരത്തിൽ വലിയ ഒരു മുന്നേറ്റം UDF ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. 78 മുതൽ 90 വരെ സീറ്റുകൾ UDF പറയുന്നു. LDF കേവലം 62 സീറ്റുകൾ മാത്രമാണ്. പീപ്പിൾസ് പൾസ് ആകട്ടെ UDF 75 മുതൽ 85 വരെ സീറ്റുകൾ പറയുമ്പോൾ LDF 55 മുതൽ 65 വരെ സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ അവർ പ്രവചിക്കുന്ന പീപ്പിൾസ് പൾസിന്റെ പ്രവചനം അങ്ങനെയാണ്. പി മാർക്കിന്റെ സർവേയിലാണ് 62 മുതൽ 69 വരെ സീറ്റുകൾ നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന രീതി തന്നെയാണ്. 62 മുതൽ 69 വരെ സീറ്റുകൾ LDF കിട്ടുമ്പോൾ 71 മുതൽ 79 വരെ സീറ്റുകൾ UDF കിട്ടാം. അവിടെ 1 മുതൽ 4 വരെ സീറ്റുകൾ അവർ BJPക്ക് ഏതാണ്ട് ഒരു സീറ്റ് എന്തായാലും BJPക്ക് ഉറപ്പിക്കുന്നു. അത് 4ലേക്ക് ഒരു പക്ഷേ വന്നേക്കാം. മറ്റൊരു സർവേ ഫലം പ്രധാനമാണ്. അത് വരുന്നത് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള മെട്രിക്സിന്റെ സർവേ ഫലത്തിൽ 3 മുതൽ 5 വരെ സീറ്റുകൾ NDAക്ക് പ്രവചിക്കുന്നുണ്ട്. UDFിനാകട്ടെ 70 മുതൽ 75 വരെ. 70 എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം കടക്കാനുള്ള മാന്ത്രിക സംഖ്യ ആകുന്നില്ല. LDFിനാകട്ടെ 60 മുതൽ 65 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങുകയും ചെയ്യും. അതായത് ഒരു തൂക്ക് സഭ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രവചിക്കുന്നത് മാട്രിക്സ് സർവേ ഫലമാണ് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണണം. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതൊരു പുതിയ സംഭവമായി മാറുകയും ചെയ്യും. ചാണക്യയാകട്ടെ 72 മുതൽ 80 വരെ സീറ്റുകൾ UDFിന് പറയുന്നു. LDFിന് 60 മുതൽ 65 വരെ സീറ്റുകളും NDAക്ക് 3 മുതൽ 7 വരെ സീറ്റുകളും. ഏതാണ്ട് എല്ലാ ഏജൻസികളുടെയും ഫലം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. പോൾ ഓഫ് പോൾസ് വന്നു കഴിഞ്ഞു. ഇതനുസരിച്ച് നോക്കുമ്പോൾ UDF ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. LDFിന് ഭരണ തുടർച്ച കിട്ടില്ല എന്നുള്ള കാര്യമാണ് വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോളുകളിൽ നിന്ന് വ്യക്തമാകുന്നു. പക്ഷേ ചിലയിടത്തെങ്കിലും BJP നേടുന്ന സീറ്റുകൾ ഇല്ലേ, ജേണോ മിററിന്റെ ഒരു എക്സിറ്റ് പോൾ ഫലത്തിൽ അത് വളരെ കൗതുകകരമാണ് കേട്ടോ. 55 മുതൽ 65 വരെ സീറ്റുകൾ, അല്ല 65 മുതൽ 80 വരെ സീറ്റുകൾ UDFിന്. അതെ, UDFിന് 65 ഞാൻ നെക്ക് എന്ന് വിചാരിച്ചു. 65 മുതൽ 80 വരെ സീറ്റുകൾ വലിയ മാർജിനാണ്. 65-80 ജേണോ മിററിന്റെ ഒരു സർവേ ഫലമാണ്. ഏതാണ്ട് എല്ലാ ഏജൻസികളുടെയും ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ 90 സീറ്റ് പ്രവചനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും UDFിന് ഒരു 70-നും 80-നും ഇടയ്ക്ക് സീറ്റ്, അല്ലെങ്കിൽ 75-നും 80-നും ഇടയ്ക്ക് സീറ്റുകളാണ് പറയുന്നത്. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റാതെ പൊരിഞ്ഞ പോരാട്ടത്തിൽ LDF തളർന്നു വീഴും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും ഇത്തവണയും എന്നുള്ള കാര്യം കൂടി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് ഏതാണ്ട് 7ഓളം സർവേ ഫലങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു മഞ്ജുഷ. ഈ 7 സർവേ ഫലങ്ങളിലും UDFിന് അധികാരം നേടാൻ സാധിക്കും. അത് ഇപ്പോൾ കുറഞ്ഞ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും UDF അധികാരം കേരളത്തിൽ നിലനിർത്തും, അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള സൂചനകൾ അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷേ LDFിന് ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന വ്യക്തമായ സൂചന വളരെ കൃത്യമായി തന്നെ. അങ്ങനെ ഏകദേശം എല്ലാ ഏജൻസികളുടെയും ഫലങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു UDFിന്റെ ഒരു മേൽക്കൈ എന്ന രീതിയിൽ തന്നെ പറയാം. UDFിന് ഭരണ തുടർച്ച, ഭരണത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയും എന്നുള്ള കാര്യം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നിൽക്കുന്ന കുറേയേറെ മണ്ഡലങ്ങളുണ്ട്. അവിടെ ഒരു ചാഞ്ചാട്ടം സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ മറിച്ച് സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ശ്രീ MS വേണുഗോപാൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. 80 സീറ്റ് വരെ UDFിന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. 80-85 എൻ്റെ ഒരു കാൽക്കുലേഷനായിട്ട് പറഞ്ഞത്. ഏതാണ്ട് അതുപോലെ ഒത്തു വന്നിട്ടുണ്ട്. ഞാൻ LDFിനെ സംബന്ധിച്ചിടത്തോളം 50-55 അതിനപ്പുറം പോയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 60-ന് മേൽ പറയുന്നു. പക്ഷേ അതിന് 60-ന് മേൽ പോകാൻ ഒരു കാരണവശാലും സാധ്യതയില്ല എന്നുള്ളതാണ് കാണേണ്ടത്. ഫൈറ്റ് എന്ന രീതിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ടോ ശ്രീ MS വേണുഗോപാൽ? ഇതൊരു ക്ലിയർ മെജോറിറ്റി എന്ന രീതിയിലേക്ക് ഇവർ പലരും കൂടുതൽ മാർജിൻ ഇടുന്നുണ്ട്. അതൊരു പൊരിഞ്ഞ പോരാട്ടത്തിന്റെ ഒരു സൂചന കൂടിയല്ലേ ഇത്? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 68ഓളം മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഏതാണ്ട് ഫലവത്തായിട്ടുണ്ട് എന്ന് വേണം. ത്രികോണ മത്സരം എന്ന് ഞാൻ പറയുന്നത് BJP ഒരു 30,000 വോട്ടെങ്കിലും പിടിക്കുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഇത്തവണ എങ്ങനെയാണ് ജനവിധി വന്നിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടി പൊട്ടിച്ചാലേ പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ UDFിനെ സംബന്ധിച്ചിടത്തോളം 78ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് വ്യക്തമായ നേട്ടമുണ്ടാക്കാൻ കഴിയും. ആ 78 മണ്ഡലങ്ങളിൽ അധികവും അവരുടെ കൈവശം പോകാനാണ് സാധ്യത. ഏറിയാൽ ഒരു 10 പുറകോട്ട് പോകാം. ബാക്കി 62 നിന്ന് അവരത്
ക്ലിയറായിട്ട് കവർ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിലിപ്പോൾ വോട്ട് വൈബിന്റെയിലേക്ക് വരാം. ഇപ്പോൾ ന്യൂസ് 18 കേരളം പുറത്തുവിട്ടത് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ ആണ്. വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വടക്കൻ കേരളത്തിൽ UDFന് വലിയൊരു മേൽക്കൈ കിട്ടും. അതേസമയം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? അല്ല, ഇതിനകത്ത് വടക്കൻ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിനകത്ത് വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. കണ്ണൂരും പാലക്കാടും ഒഴിച്ച് ഏതാണ്ട് ആ പറഞ്ഞതുപോലെ തന്നെ വരാം. പക്ഷേ മധ്യ കേരളത്തിൽ അത്ര വലിയ ഒരു കോമ്പറ്റീഷൻ UDFന് പിന്നെ LDFും തമ്മിൽ നോക്കുമ്പോൾ LDFന് നൽകാൻ കഴിയുമോ എന്നതും സംശയമാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ തീർച്ചയായിട്ടും LDFന് ചെറിയ മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP പിടിക്കുന്ന വോട്ടുകളുടെ കണക്കുകൾ കൂടി നോക്കിയാണ്. BJP കൂടുതൽ വോട്ടുകൾ LDFിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നെ LDFന് ദോഷമായിട്ട് വരും. പക്ഷേ UDFിൽ നിന്നാണ് അധികം പോകാനുള്ള സാധ്യത എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെക്കൻ കേരളത്തിൽ LDFന് കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ താങ്കൾ ശരിവെക്കുക തന്നെയാണ് ചെയ്യുന്നതില്ലേ? അപ്പോൾ ഇതിൽ വലിയ മാർജിൻ ഇടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് 80 അതിൽ പറ്റാത്ത ഒരു സാഹചര്യം UDFന് ഉണ്ടാകുമോ ഇല്ലയോ? അങ്ങനെ താങ്കൾ കാണുന്നുണ്ടോ ഇല്ലയോ? ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല. 80 സീറ്റ് മിനിമം ഇത്തവണ UDFന് കിട്ടും. ചില സർവേകൾ ഈ നെക്ക് ടു നെക്ക് എന്ന രീതിയിൽ, അതായത് BJPക്ക് 3 മുതൽ 7 വരെ സീറ്റുകൾ പ്രവചിക്കുന്ന സർവേകളുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് അതാണ് കേരളത്തിൽ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആകുക എന്നുള്ളത്. ഒരു സർവേ അല്ലേ, ഒരു സർവേ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. 70 മുതൽ 7 വരെ സീറ്റുകൾ BJP കിട്ടുന്നു, 70-75 സീറ്റുകൾ UDFിൽ ലഭിക്കുന്നു, 65 സീറ്റിൽ LDF ഒതുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഉള്ള അവരുടെ ഒരു മോഹക്കൊട്ടാരമുണ്ടല്ലോ, അങ്ങനെയും സാധ്യതകൾ ഒരു സർവേയിലുണ്ട്. അതെ, BJPക്ക് 5 സീറ്റും NDAയിലെ മറ്റ് 2020 അടക്കമുള്ള ഘടകകക്ഷികളിൽ 2 സീറ്റും, അങ്ങനെ 7 സീറ്റ് വരെ പോകാമെന്നുള്ളതാണ്. പക്ഷേ അതിൽ BJPക്ക് 4-5 സീറ്റ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതുപോലെ ഈ കൺസോളിഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ ഒരു വളരെ കൃത്യമായ കണക്കുണ്ട്. അത് ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിൽ ഈ കേരളത്തിലെ മൊത്തം ന്യൂനപക്ഷ ഏരിയകളിൽ 52% വോട്ടുകൾ UDFന് അനുകൂലമായി വീഴുകയാണ്. 35-ലേക്ക് താഴുകയാണ്, 30 താഴേക്കാണ് LDFന് ലഭിച്ച വോട്ട് വിഹിതം. അപ്പോൾ ഈ കൺസോളിഡേഷൻ ഈ ഒരു മുന്നേറ്റത്തിൽ UDFനെ കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് 2019 ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ചതുപോലെ 20 സീറ്റും 1 സീറ്റ് LDFനും എന്ന പോലെ വന്നപ്പോൾ ഉണ്ടായ ഒരു ട്രെൻഡ് തന്നെയാണ് ഈ 26-ലും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലും ഒരു പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 78 സീറ്റുകളിൽ വളരെ പ്രധാനം പറഞ്ഞത്. അതിൽ ഏറിയ പങ്കും ആ 78-ൽ ഏതാണ്ട് 65-നും 68-നും ഇടയ്ക്ക് സീറ്റ് വരെ UDFന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് പ്രശ്നം വരില്ല. ബാക്കി 62 സീറ്റുകൾ പിന്നെയും കിടക്കുകയാണ്. അതിൽ നിന്നും അവർക്ക് കൂടുതൽ സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 80 മാർക്കിലേക്ക് അവരെത്തുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എക്സിറ്റ് പോളുകൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.